ഹലോ എവ്രിവൺ, വെൽക്കം ടു സേ ചിയേഴ്സ്. ഇന്ന് നമ്മൾ വെൺപൊങ്കൽ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇത് തമിഴ്നാട്ടിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ്. ഒരു പാത്രത്തിൽ 1/2 ഗ്ലാസ് ചെറുപയർ പരിപ്പിടുക. അതിൻ്റെ കൂടെ ഒരു 1/2 ഗ്ലാസ് പച്ചരിയും ചേർത്തിട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇതിലെ വെള്ളം നല്ലോണം ഊറ്റിക്കളഞ്ഞിട്ട് അതിനെ ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിൽ 4 ഗ്ലാസ് പച്ചവെള്ളം ചേർക്കണം. 4 ഗ്ലാസ്സിൽ കൂടാൻ പാടില്ല കേട്ടുള്ളൂ, അല്ലെങ്കിൽ അത് കഞ്ഞി പോലെ ആകും. ചുരുങ്ങിയത് ഒരു 3.25 ഗ്ലാസ്സെങ്കിലും ഒഴിക്കണം. 4 ഗ്ലാസ്സിൽ കൂടാനും പാടില്ല. ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. 3 വിസിൽ വന്നിട്ട് പ്രഷർ തന്നെ അത് റിലീസ് ആവണം, അതുവരെ വെയിറ്റ് ചെയ്യണം. പിന്നെ ഒരു പാത്രം എടുത്തിട്ട് ഒരു കഷ്ണം കട്ടക്കായം വെള്ളത്തിൽ കുതിർത്തി വെക്കണം. കട്ടക്കായം ഉപയോഗിക്കുമ്പോഴാണ് അതിന് നല്ലൊരു മണം വരുന്നത്. കായപ്പൊടി ഉപയോഗിക്കേണ്ട. കുക്കറിലെ പ്രഷറൊക്കെ പോയ ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാകും. ഇതിനെ ഒരു കയ്യിലെടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ ചൂടുള്ള പാനിൽ ഒരു 8 ടേബിൾ സ്പൂൺ നെയ്യെങ്കിലും ഒഴിക്കണം. നെയ്യ് ഒരുപാട് കൂടുതലാണ് തോന്നുന്നവർ കുറയ്ക്കുക, പക്ഷേ നെയ്യ് ഉണ്ടെങ്കിൽ അതിന് സ്വാദ് ഉണ്ടാവുള്ളൂ. നെയ്യ് ചൂടാകുമ്പോൾ അതിൽ 1.5 ടീസ്പൂൺ കുരുമുളക് ചേർക്കണം. കുരുമുളകൊക്കെ ഇതുപോലെ ഒന്ന് പൊട്ടാൻ തുടങ്ങും. അപ്പോൾ അതിൽ 1.5 ടീസ്പൂൺ ജീരകം ഇടണം, സാദാ ജീരകം. ഇതിലേക്ക് ഒരു 2-3 ടീസ്പൂൺ ഇഞ്ചി തൊലി കളഞ്ഞ് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം. ഇഞ്ചിയൊക്കെ ഒന്ന് ചെറുതായി വതങ്ങിയ ശേഷം അതിൽ നമ്മൾ കുറച്ച് കാഷ്യൂസ് ഇട്ട് കൊടുക്കണം. അതൊക്കെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക, പക്ഷേ ഇട്ടാൽ നന്നായിരിക്കും. ഇനി അതിലേക്ക് നമ്മൾ ഒരു കഷ്ണം കട്ടക്കായം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അതിനെ നന്നായിട്ടൊന്ന് തിരുമ്മിയിട്ട് ഇതിലേക്ക് ആ വെള്ളത്തിന് ഒഴിച്ചു കൊടുക്കണം. കായപ്പൊടി ഇട്ടാൽ അത്രയ്ക്ക് മണം കിട്ടില്ല. കരുവേപ്പിൻ്റെ ഇലയും കായമാണ് ഇതിലെ മെയിൻ മണം തരുന്ന ഒരു സംഭവം. അപ്പോൾ നമ്മൾ കായപ്പൊടി ഇടുന്നേക്കാട്ടിലും ഇതുപോലെ കട്ടക്കായം ഇങ്ങനെ അലിയിച്ചിട്ട് വെള്ളത്തിൽ കുതിർത്തിട്ട് അലിയിച്ചിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ കുറച്ച് കരുവേപ്പിൻ്റെ ഇലയും ചേർത്ത് ഒരു 1/2 മിനിറ്റ് അതിനെ തിളപ്പിച്ചിട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന അരിയും പരിപ്പിലും ചേർത്ത് കൊടുക്കാം. ഇപ്പോഴാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. വെൺപൊങ്കലിന് ആവശ്യമുള്ള ഉപ്പും ചേർത്തിട്ട് അതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഈ പൊങ്കലിൻ്റെ മേലെ ഒരു 4-5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അതിനെ കുറച്ച് നേരം അടച്ച് വെക്കണം. വെൺപൊങ്കൽ ഉണ്ടാക്കുമ്പോൾ നെയ്യ് നല്ലോണം ഒഴിക്കണം, എന്നാലേ അതിനൊരു സ്വാദ് ഉണ്ടാവുള്ളൂ. വല്ലപ്പോഴും ഉണ്ടാക്കിയാൽ മതി, പക്ഷെ ഉണ്ടാക്കുമ്പോൾ നല്ലോണം നെയ്യ് ഒഴിച്ച് ഉണ്ടാക്കിക്കോളൂ. ഇതിൻ്റെ കൂടെ ഞാൻ നേരത്തെ ഗൊത്സ് പറഞ്ഞൊന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഒരു കൂട്ടാൻ. അതാണ് കോമ്പിനേഷൻ. അല്ലാന്നുണ്ടെങ്കിൽ ചട്നിയോ സാമ്പാറോ കൂട്ടി കഴിക്കാം ഇത് വേണമെങ്കിൽ. അപ്പോൾ ഇനിയൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു, ബൈ.